നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ അഭിമാനമായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് കുറിച്ച ഒന്ന് രണ്ട് വാക്കുകൾ സത്യത്തിൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഓരോ മനുഷ്യസ്നേഹിയും നെഞ്ചേറ്റേണ്ടതായ ഒന്ന് രണ്ട് വാക്കുകൾ. അത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനേക്കാളൊക്കെ ഉപരി കുറച്ച് വരികളിലൂടെ അവർ കുറിച്ചിട്ട ആ വാക്കുകൾ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവയ്ക്കാം എന്ന് കരുതുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള കാഴ്ച എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ രാജ്യങ്ങളെ കാണില്ല, മറിച്ച് നമ്മളെല്ലാവരും താമസിക്കുന്ന ഒരൊറ്റ ഇടമേ കാണും. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും സമുദ്രത്തിലെ മത്സ്യങ്ങളും എല്ലാമുള്ള ഒരിടം. നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളവും ഒന്നാണ്. നമ്മളെല്ലാവരും ഒരൊറ്റ ഗ്രഹത്തിൽ ഒരുമിച്ചാണ് കഴിയുന്നത്. മനുഷ്യൻ എന്തിനാണ് കലഹിക്കുന്നതെന്നും പരസ്പരം എതിർക്കുന്നതെന്നും ആലോചിക്കുമ്പോൾ പ്രയാസമാണ്. നമ്മൾ ഈ ഭൂമിയിൽ സഹവർത്തിത്വത്തോടെ കഴിയേണ്ടവരാണ്. സുനിത വില്യംസ് എന്താണ് പറയുന്നത്? മനുഷ്യൻ എന്ന ആ ഒരു പദം വിട്ട് കലഹിക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ നമുക്കും തോന്നും, എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ കലഹിക്കുന്നതെന്ന്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ ഈ ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? സ്നേഹം എന്ന വാക്ക് ഹൃദയത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ യുദ്ധങ്ങൾ പോലും ഒഴിവാക്കാൻ പറ്റും, അല്ലേ? All the people that we know, all the animals, all the plants are right here, and the fish, which are right here in the ocean as well. Everything, the air is the same, the water is the same. We are all here together on one planet. It almost makes it hard to even think, as I was mentioning today in the press conference, why people would get in an argument, why people would disagree with each other. We are here on one planet with each other. We are very lucky to be here at the Kerala Literary Festival with all of the A words. I am so honored to be here with an athlete, an actress, artists, authors, and then finally an astronaut. So you've got a couple A people here that are presenting this week to talk to everybody about different perspectives. And I think that is really what we need to remember, is everybody has a different perspective depending on where they come from. And so we need to stop and listen to all the different perspectives. And I think we will come together that way a lot easier. So thank you for your time.